വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഹലോ, ഞാൻ ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. സാധാരണ ഞങ്ങൾ വീക്കെൻഡ് ഫ്രൈഡേ സാറ്റർഡേ ഉണ്ണിക്ക് ലീവുള്ള ഈ 2 ദിവസങ്ങളിലാണ് മീനും ചിക്കനൊക്കെ വാങ്ങിക്കുക. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ പച്ചക്കറിയും എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ വെക്കലാ സാധാരണ. അപ്പോൾ ഇപ്പം ഡെയിലി ഇപ്പോൾ പച്ചക്കറി ഉപ്പേരിയൊക്കെ കഴിച്ച് മടുത്ത്, അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. വെറൈറ്റി എന്ന് പറഞ്ഞാൽ അധികം പണിയൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസ് ആണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒന്ന് അരി കുതിർക്കാൻ വെക്കണം. ഇത് ബസ്മതി അരി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിത് മതിയാവും. രാത്രി പിന്നെ ഉണ്ണി ചോറ് കഴിക്കില്ല, ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് മതിയാവും ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് രാത്രിത്തേക്ക് പോലും. അതാ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് കൂടെ ഞാൻ ഇതിലേക്ക്. ഇനി ഇതൊന്ന് നന്നായി കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കണം. അപ്പതേ ഞാൻ അരിയൊക്കെ കഴുകിയതാ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണീൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ അവരിതേപോലെ വൈകിട്ട് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്നിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടത് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാകുമ്പോൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ച് ഇതുണ്ടാക്കിയാലോ, വലിയ പണിയില്ലല്ലോ. ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ വേറൊരു കറീൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കത് മാത്രം കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞങ്ങളിപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിക്കാന്ന് വിചാരിച്ച്. ഞാൻ ഇന്നലെ കുറച്ച് മീൻ വാങ്ങിച്ചു, സൂത. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പൊ ഇതോടെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കട്ടെ. അപ്പൊ ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഇതാണ് ഇന്നത്തെ ഞങ്ങളെ ലഞ്ച്. അരി കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പൊ ഇതാ അരമണിക്കൂർ കഴിഞ്ഞ്. അപ്പൊ ഞാനിതാ അരിയൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതാ ഈ ചോറ് വെക്കുന്ന പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഇത് വെക്കുന്നത്. ഞങ്ങളിവിടെ ചോറ് വെക്കുന്ന പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഈ റൈസ് വെക്കുന്നത്. ഇതാ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അരി എടുത്തത്. ഈ ഗ്ലാസ്സിൽ ഞാനൊരു 3 ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി വെള്ളം ഒന്ന് തിളച്ച് അപ്പോൾ ദേ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കട്ടോ. അരി ഒന്ന് തിളച്ച് വന്നപ്പോഴേക്ക് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഞാൻ ഇറക്കി വെക്കുന്നത്. അത് കഴിഞ്ഞ് അത് പുറത്തേക്ക് എടുക്കാം. അപ്പോഴേക്ക് ഞാൻ ഈ മീനൊന്ന് ഫ്രൈ ചെയ്യാനുള്ളത് മസാല തേച്ച് വെക്കട്ടെ. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളമൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതാണേ മീനിൽ തേച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ ഈ റൈസ് ആക്കുന്ന സമയം വരെ ഇതൊന്ന് ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ ദേ ഞാൻ മീനൊക്കെ മസാല തേക്കുമ്പോഴേക്ക് ഇതാ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് റൈസ് കുക്കറിൽ നിന്ന് പുറത്തേക്ക് എടുത്തേ. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരേ അളവിൽ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ പിന്നെ ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ.
അങ്ങനെ അതെല്ലാം കളറ് മാറി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 2 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമ്മൾ റൈസിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് അതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 2 ചെറുനാരങ്ങൻ്റെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് റൈസിലേക്കൊക്കെ മിക്സ് ആക്കി കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് ചെറു തീയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. എന്നിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മീനൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ പണി കഴിഞ്ഞ്. അപ്പോൾ ഇതാ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. നമ്മൾ ഈ റൈസ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പരിപ്പ് കടലയും ഉഴുന്നൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ഈ റൈസിന് ഫിഷ് ഫ്രൈ ആണ് എടുത്തത്. നിങ്ങളെന്ത് കോമ്പിനേഷനാണ് ട്രൈ ചെയ്യാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.